പ്രധാനമന്ത്രിയാകുമെന്ന ഒരു ഫീലോട് കൂടിയാണ് ഇവിടെ വന്ന് മത്സരിച്ചത്. ഒരു ഗുണം ഉണ്ടായിട്ടില്ല. വയനാടിൻ്റെ സ്പെസിഫിക്കായിട്ടുള്ള ഒരു വിഷയത്തിലും ഇടപെടുകയോ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. വയനാട് പോലത്തെ ഒരു ജില്ലയിൽ ഒരു MP എന്ന നിലയ്ക്ക് സാധാരണക്കാരന് MP അപ്രാപ്യനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം വിലയിരുത്തി മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 10-ൽ 10 മാർക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വയനാടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ കുറേ കൂടെ പ്രതീക്ഷിച്ചിരുന്നു. 6 or 7 മാർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. 10-ൽ 0 മാർക്കാണ് ഞാൻ ഇടുക. കാരണം ഒരു MP എന്ന ഒരു പേര് കൊണ്ട് മാത്രമായില്ലല്ലോ. 10-ൽ എത്ര? മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 3 തെരഞ്ഞെടുപ്പുകൾ. 3 തവണയും വോട്ടർമാർ UDF-നൊപ്പം. കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, തിരുവമ്പാടി, വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കോർത്തിണക്കിയ വയനാട് പാർലമെന്റ് മണ്ഡലം പക്ഷേ 2018-ൽ രാഹുൽ ഗാന്ധിയുടെ വരവോടെ ദേശീയ ശ്രദ്ധയിലേക്ക്. പിന്നോക്ക ജില്ലയായ വയനാട്ടിലേക്കുള്ള രാഹുൽ എന്ന ദേശീയ നേതാവിന്റെ രംഗപ്രവേശനത്തെ വോട്ടർമാർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത്. 4,31,770 വോട്ടുകൾക്കാണ് LDF-ലെ PP സുനീറിനെ രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തിയത്. 7,63,067 വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചപ്പോൾ PP സുനീറിന് 2,74,597 വോട്ടും NDA മുന്നണിയിൽ മത്സരിച്ച BDJS സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് 78,816 വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. പ്രതിപക്ഷ മുന്നണികൾ ബലാബലമെന്ന് വിശേഷിപ്പിച്ചെങ്കിലും രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ അജേയരായി വാഴുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. മണ്ഡലത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചുവെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. MP എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി എത്രയോ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. സാധാരണഗതിയിൽ ഒരു MP ഫണ്ട് വിനിയോഗിക്കപ്പെടുകയും അതിനോടൊപ്പം സെൻട്രലിൽ നിന്ന് വരുന്ന ചില പദ്ധതികൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് കൊണ്ടുവരിക, പാർലമെൻറ്റിനകത്ത് MP-യുടെ പെർഫോമൻസ്, ഇതൊക്കെയാണ് ഒരു MP-യുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്. ഈ എല്ലാ കാര്യത്തിലും രാഹുൽ ഗാന്ധി ബഹുദൂരം മുന്നിൽ തന്നെയാണ്. കാരണം സാധാരണ MP-ക്ക് കിട്ടുന്ന MP ഫണ്ടിനേക്കാൾ ഉപരി തുക വയനാട്ടിലെ ഡെവലപ്മെൻറ്റ്സിന് കൊണ്ടുവരാൻ പറ്റി. പ്രത്യേകിച്ച് ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം. 2 വർഷത്തോളം കോവിഡിൻ്റെ സമയത്ത് ഒരു MP-ക്കും MP ഫണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. 4 മാസത്തോളം രാഹുൽ ഗാന്ധി MP അയോഗ്യനാവുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഒരു 2.5 വർഷത്തെ ഫണ്ട് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. അത് ഒരു 17 കോടി രൂപയാണ് മാക്സിമം ഒരു MP ഫണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അതിനേക്കാൾ ഉപരി പല രാജ്യസഭാ MP-മാരുടെയും ഫണ്ടുകൾ ഉപയോഗിക്കപ്പെട്ടത് വയനാട്ടിലാണ്. MP ഫണ്ട് മാത്രം ഏകദേശം 30 കോടിയോളം രൂപയ്ക്ക് അകത്ത് നമുക്കിവിടെ ചെലവഴിക്കാൻ പറ്റിയത് രാഹുൽ ഗാന്ധി MP ആയതുകൊണ്ടാണ്. പിന്നെ വിദ്യാഭ്യാസം മേഖലയിലും ഒക്കെ CSR ഫണ്ടുകൾ, വലിയ രീതിയിൽ CSR ഫണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിച്ച 10 സ്മാർട്ട് അംഗൻവാടികളുടെ പ്രവൃത്തി നിലവിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 3.5 കോടി രൂപയോളം CSR ഫണ്ട് അനുവദിച്ചു തന്നത് രാഹുൽ ഗാന്ധി MP-ആണ്. അപ്പോൾ അത് വേറെ ഒരു MP ആയിരുന്നെങ്കിൽ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് തന്നെ ആലോചിച്ചാൽ മതി. അതുപോലെ നമ്മളുടെ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വന്ന സമയത്ത് നമ്മളുടെ വയനാട് മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ പ്ലാന്റ് കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയാണ്. ആംബുലൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും മെഡിക്കൽ കോളേജിനടക്കം ആംബുലൻസ്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഏറ്റവും ശ്രദ്ധേയമായത് നമ്മൾ നൂൽപ്പുഴ പോലെയുള്ള ഏറ്റവും കൂടുതൽ ആദിവാസി സഹോദരന്മാർ ജീവിക്കുന്ന ഒരു പഞ്ചായത്തിലേക്ക് അവിടുത്തെ കാടുകളിൽ പോയി പരിശോധിക്കാൻ ഡോക്ടർക്ക് സൗകര്യത്തിനുള്ള വാഹനങ്ങൾ, ഫോറസ്റ്റിന് വാഹനങ്ങൾ നൽകുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ വെറ്റിനറിക്ക് ഈ വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം വയനാട്ടിൽ വളരെ വലുതാണ്. ആ വളർത്തുമൃഗങ്ങളെ അവിടുന്ന് ക്യാരി ചെയ്യാനുള്ള വാഹനം ഒരുക്കി കൊടുത്തു. എത്രയോ സ്കൂളുകൾക്ക് സ്കൂൾ ബസ്സുകൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അടിസ്ഥാനപരമായി ഒരു MP ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ ഉപരിയുള്ള പ്രവർത്തനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഈ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലം വയനാടൻ ജനതയ്ക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി പിന്നീട് മണ്ഡല സന്ദർശനത്തിനായി വയനാട്ടിലെത്തുമ്പോൾ സ്വീകരിക്കാനായി ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. എന്നാൽ നാട് നേരിടുന്ന പ്രതിസന്ധി കാലഘട്ടത്തിൽ വാഗ്ദാനങ്ങൾ ചൊരിയുകയും നടപ്പാക്കാതെ ഒഴിഞ്ഞുമാറുന്ന MP-ആയി രാഹുൽ ഗാന്ധി മാറിയെന്നാണ് LDF ആരോപിക്കുന്നത്.
രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം തീർത്തും നിരാശാജനകമായിരുന്നു. മണ്ഡലത്തിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരള മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത എംപിമാരുടെ യോഗത്തിൽ ഒരു തവണ പോലും പങ്കെടുക്കാനുള്ള ജനാധിപത്യ മര്യാദ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അങ്ങേയറ്റം ദയനീയമായിരുന്നു. ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ്, ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധിയെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ പെർഫോമൻസും താഴെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വയനാട് നേരിടുന്ന വിവിധ ജനകീയ വിഷയങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്നതിൽ MP എന്ന നിലയിൽ രാഹുൽ തികഞ്ഞ പരാജയമെന്നാണ് മറ്റൊരു ആരോപണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ലോക്സഭയിൽ തന്നെ വെറും 52% രാഹുൽ ഗാന്ധിയുടെ ഹാജർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വ്യക്തമാണല്ലോ അദ്ദേഹത്തിന് ഇതിലൊന്നും താല്പര്യമില്ല. അല്ലെങ്കിൽ ഇതുപോലെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ ഒരാൾക്ക് ലോക്സഭയിൽ പോകാൻ നേരമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളതിന് അതിൽ കൂടുതൽ തെളിവുകൾ വേണ്ട. മറ്റൊന്ന്, അവിടെ ചോദിച്ച ചോദ്യങ്ങൾ, ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ചോദ്യം ചോദിച്ച എംപിമാരുടെ പട്ടികയിലാണ് രാഹുൽ ഗാന്ധിയുള്ളത്. ഏറ്റവും കുറച്ച് ചോദ്യം ഒറ്റ തവണയാണ് നമ്മുടെ രാത്രികാല ഗതാഗത നിരോധനത്തെ സംബന്ധിച്ച് ലോക്സഭയിൽ ചോദിച്ചു, ഒറ്റ തവണ. അത് തന്നെ ജയിച്ചു പോയി 3-ാമത്തെ മാസം ഒരു ചോദ്യമാണ് ചോദിച്ചു. പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടേ ഇല്ല, ഇന്നുവരെ ചോദിച്ചിട്ടില്ല. മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, ഏത് ചോദ്യം എടുത്താലും. അതുപോലെ തന്നെ ഡിബേറ്റിൻ്റെ കാര്യത്തിലും ഏറ്റവും നമ്മുടെ സ്റ്റേറ്റ് ആവറേജ്, ദേശീയ ആവറേജൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിലൊക്കെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന, അതായത് ഏറ്റവും ദുർബലനായ ഒരു വ്യക്തിക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന പിന്നോക്ക നിലയിലാണ് MP എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്, ലോക്സഭയിലെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലെടുത്താലും. മറ്റൊന്ന്, ഈ നമ്മുടെ മണ്ഡലത്തിലുണ്ടാകുന്ന ഏറ്റവും സങ്കീർണമായ ഒരു പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ എത്തിപ്പെടാറില്ല. അപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഒരു MP സാന്നിധ്യം ഉണ്ടല്ലോ. അപ്പോൾ പ്രളയം ഉണ്ടായി, ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായതാണ് 2019 പുത്തുമല ദുരന്തം. ആ പുത്തുമല ദുരന്തം ഉണ്ടായി പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വരിക. കുറേ ദിവസം കഴിഞ്ഞ് എല്ലാം ശാന്തമാകുമ്പോൾ അദ്ദേഹം വന്നൊരു സന്ദർശനം നടത്തി അദ്ദേഹം പോകും. അതുകൊണ്ട് ഒരു പ്രയോജനവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹം MP എന്ന നിലക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇതുപോലെ ഏത് സങ്കീർണമായ പ്രശ്നങ്ങൾ നിലപ്പോൾ നമ്മുടെ വന്യമൃഗശല്യമൊക്കെ വയനാട് വലിയ രൂക്ഷമല്ലേ, ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട്, കാരണം ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന നിയമമാണ് പല കാര്യങ്ങളും ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. അപ്പം അതിലൊക്കെ ഒരു നിയമത്തിൽ ഭേദഗതി വേണം. അവിടെയാണ് ഒരു MP ഇടപെടൽ. നിയമത്തിൽ ഭേദഗതി വേണം. ആ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതിനുള്ള ശക്തമായ പോരാട്ടം നടത്തിയിട്ട് BJP ഗവൺമെൻറ് അനുവദിച്ചില്ലെങ്കിൽ നമുക്കത് പറയാം. പക്ഷേ ഒരു MP നിലനിൽക്ക് അതിനൊരു ശ്രമം ഇതുവരെ നടത്തിയിട്ടില്ല. ഇങ്ങനെ മൊത്തത്തിൽ പരിശോധിച്ചാൽ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് രാഹുൽ ഗാന്ധി എന്നത് പൂർണ്ണമായും പരാജയമായിരുന്നു. വന്യജീവി ശല്യം, രാത്രിയാത്രാ നിരോധനം, ബദൽപാത എന്നിങ്ങനെ മണ്ഡലം നേരിടുന്ന വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. വിനോദസഞ്ചാരത്തിന് മാത്രമാണ് രാഹുൽ ഗാന്ധി മണ്ഡലത്തെ കണ്ടതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ജില്ല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത്തരം കേന്ദ്ര നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വയനാട്ടുകാർ അനുഭവിക്കുന്ന വിഷയങ്ങൾക്കും, അതുപോലെ തന്നെ നമ്മുടെ കർണാടക സംസ്ഥാനത്തേക്ക് നമ്മൾ പോകുന്ന പാതയ്ക്ക് രാത്രികാല ഗതാഗത നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ്, ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ നടത്താൻ ശേഷിയുള്ള ഒരു MP ആയിട്ട് രാഹുൽ ഗാന്ധി മാറും എന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷെ നമ്മുടെ അനുഭവം എന്താണ്? രാഹുൽ ഗാന്ധി ഈ ഒരൊറ്റ പ്രശ്നത്തിന് പോലും പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾക്ക് ശ്രമിച്ചിട്ട് അതിന് നടന്നില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. ഇതിനൊന്നും ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ശ്രമിക്കാൻ അതിന് നേരം ഉണ്ടായിട്ടില്ല. പിന്നെ ഷോ വർക്ക് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഏക രീതി എന്ന് പറയുന്നത്. ഷോ വർക്ക്, അത് നല്ലൊരു ടൂറിസ്റ്റാണ് അദ്ദേഹം, നല്ലൊരു വിനോദസഞ്ചാരിയാണ്. അയാൾ മറ്റ് പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വിദേശത്തൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്. അങ്ങനെ പോകുന്നത് പോലെ വന്ന് സഞ്ചരിക്കാൻ വരുന്ന ഒരു കേന്ദ്രമായി വയനാടിനെ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് വരും, എന്നിട്ട് ഇവിടെയൊക്കെ എവിടെയെങ്കിലും പോയി കൂടും, ഒരു ജഗപൊക ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്നല്ലാതെ നല്ല വിനോദസഞ്ചാരി എന്ന നിലക്ക് അദ്ദേഹം നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ വിനോദസഞ്ചാരി എന്ന നിലക്കുള്ള പെർഫോമൻസ് അല്ലാതെ ഒരു ജനപ്രതിനിധി എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പൂർണ്ണ പരാജയമായിരുന്നു. 100% പരാജയമായിരുന്നു. ശരിക്കും അയാൾക്ക് മാർക്ക് ഏതിലാണ് കൊടുക്കുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം മാർക്ക് കൊടുക്കണമെങ്കിൽ ഒരു ജനപ്രതിനിധി ആക്ട് ചെയ്യണം. ഒരു ദേശീയ നേതാവിനെ മണ്ഡലത്തിൽ ലഭിച്ചപ്പോൾ അത് പിന്നോക്ക ജില്ലയുടെ വികസന കുതിപ്പിന് ഇടയാകുമെന്ന് പ്രതീക്ഷിച്ചു. പ്രധാനമന്ത്രി പോലും തൻ്റെ മണ്ഡല സന്ദർശനത്തിനായി സമയം കണ്ടെത്തുമ്പോൾ രാഹുൽ ഗാന്ധി മണ്ഡലം ശ്രദ്ധിക്കാതെ വയനാടൻ ജനതയെ അവഗണിച്ചുവെന്നാണ് BJPയുടെ മുഖ്യ ആരോപണം. അയാളൊരു MP ആണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ.
വയനാട്ടിൽ 2019 തെരഞ്ഞെടുപ്പിൽ വലിയ പ്രധാനമന്ത്രിയാകുമെന്ന ഒരു ഫീലോട് കൂടിയാണ് ഇവിടെ വന്ന് മത്സരിച്ചത്. ജനങ്ങൾ വല്ലാണ്ട് അതിൽ ആകർഷിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ജയിപ്പിച്ചു. പിന്നെ വയനാടിന് പ്രധാനമന്ത്രി കിട്ടല്ലേ, ഇതിൽ പറയാൻ സന്തോഷം എന്തുവാണ്? ആ ഒരു തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായി. ഒരു ഗുണം ഉണ്ടായിട്ടില്ല. വയനാടിൻ്റെ സ്പെസിഫിക്കായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇടപെടുകയോ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഈ ദേശാടന കിളികൾ കൊല്ലത്തിൽ വരാറുണ്ട്. അവരേരെ തേടുന്നു, തിരിച്ചു പോകുന്നു. ആ ഒരു ഫീലാണ് നമുക്കുള്ളത്. ദേശാടന കിളിയെപ്പോലെ വരുന്നു, ഏര തേടുന്നു, തിരിച്ചു പോകുന്നതിനപ്പുറം വയനാടിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനോ അതിൽ ഇടപെടാനോ അദ്ദേഹത്തെ കൊണ്ട് ഇന്നുവരെ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഈ MP-മാർ പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് ശതമാനമുണ്ട്. ദേശീയ ശരാശരിയുണ്ട്, സംസ്ഥാനമുണ്ട്, പഞ്ചായത്തുണ്ട്. ഒരു പഞ്ചായത്ത് ശരാശരിൻ്റെ താഴെയാണ് ഈ മനുഷ്യൻ പാർലമെൻറ്റിൽ പോലും പങ്കെടുത്തിട്ടുള്ളത്. ആ പാർലമെൻറ്റിൽ ഇടപെട്ട് സംസാരിക്കുന്ന അവസരത്തിൽ ഒരിക്കൽ പോലും വയനാടിൻ്റേതായിട്ടുള്ള പരിഹരിക്കപ്പെടേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്. ആ റോഡ് രാത്രിയാത്രാ നിരോധനമുണ്ട്, പിന്നെ ഇവിടെ ഗതാഗത കുരുക്കുകളുണ്ട്, കണക്ടിവിറ്റിയുടെ വലിയ പ്രശ്നങ്ങളുണ്ട്, വന്യമൃഗശല്യമുണ്ട്. അങ്ങനെ വയനാട്ടിലെ ജീവിത സാഹചര്യത്തിൽ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതിയുണ്ടോ പരിപാടിയുണ്ടോ എന്നൊന്നും ഒരു ശ്രദ്ധയില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ആകെപ്പാടെയുള്ളൊരു കോൺഗ്രസ്സുകാർക്ക് മാത്രം ഒരു സന്തോഷം നൽകുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാം, ഫോട്ടോ എടുക്കുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലോ പുരോഗതിയോ ഉണ്ടായതായിട്ട് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കില്ല. ഒരു തികഞ്ഞ പരാജയമാണ്. 10ൽ 0 മാർക്കാണ് ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തിന് കൊടുക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങൾ ശക്തമാണെങ്കിലും രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിനെ കൈയൊഴിയാൻ വയനാട്ടിലെ വോട്ടർമാർ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം വിലയിരുത്തി മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 10ൽ 10 മാർക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP ആയി വന്നതിന് ശേഷമാണ് വയനാട് എന്ന് പറയുന്ന ഒരു പ്രദേശം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ അതിൻ്റെ സ്ഥാനം രേഖപ്പെടുത്തിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അതിനു മുമ്പ് വയനാട് ഒരു പിന്നോക്ക പ്രദേശമാണ്, അറിയപ്പെടാത്ത പ്രദേശമാണ്, അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് വയനാട് ഒരു രാഷ്ട്രീയമായിട്ട് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന സ്ഥലമാക്കി മാറ്റിയത് രാഹുൽ ഗാന്ധി വയനാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് MP ആയതിനു ശേഷമാണ്. 10ൽ 5 മാർക്കാണ് ഞാൻ നൽകുന്നത്. ഈ 5 മാർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ 5 മാർക്ക് ജനങ്ങൾക്ക് MP അപ്രാപ്യനായി എന്നുള്ളത് കൊണ്ടാണ് ബാക്കി 5 മാർക്ക് നമ്മൾ എന്താക്കുന്നത് നൽകാൻ സാധിക്കാതെ. ജനങ്ങൾക്ക് ഒരു ജനപ്രതിനിധി നിലയ്ക്ക് ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണുവാനോ അതുവരെ കാലം അവതരിപ്പിക്കാനോ സാധിച്ചില്ല. മറിച്ച് മറ്റ് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇടപെടുന്ന വിഷയം, അതിൽ അത്തരം വിഷയം അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇടപെടുന്ന കാര്യത്തിലും പിന്നെ വലിയൊരു പോരായ്മ ഈ MP എന്ന നിലയ്ക്ക് 4 വർഷ കാലഘട്ടത്തിൽ ഇപ്പോൾ ഏഷ്യയിലെ അടുത്ത് നിൽക്കുന്നു. ഈ ഒരു 5 വർഷം തന്നെ പറയാം ഈ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. വയനാടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ട്രൈബൽസിൻ്റെ കേസാണെങ്കിലും അവിടെ നല്ല എന്താ പറയുക ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നമ്മുടെ ഈ റൂറൽ എക്കണോമിയിലുള്ളതിനെ കുറച്ചും കൂടി ഹൈ ആയിട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ വയനാടേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന് പ്രതീക്ഷിച്ചപ്പോൾ വയനാടുകാരി അല്ലെങ്കിൽ വയനാടുകാരെന്നുള്ള നിലയിൽ ഞങ്ങൾ കുറേ കൂടെ പ്രതീക്ഷിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിന് കുറേ കൂടെ ചെയ്യാൻ കഴിയും വയനാടുകാർക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ജില്ലേൻ്റെ ഒരു പരിമിതിയൊക്കെ നമുക്കറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അത്തരത്തിൽ അദ്ദേഹത്തിന് ഇടപെടാൻ സാധിച്ചു, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ എത്ര പ്രാവശ്യം അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചു എന്ന് നോക്കുമ്പോൾ ഒരു പരാജയമാണ് നമുക്ക് തോന്നി. 6 or 7 മാർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. വയനാടിനെ സംബന്ധിച്ചോളം ഈ വന്യമൃഗശല്യം ഇവിടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു വിഷയത്തിലും അദ്ദേഹം എന്താ പറയുക ഈ വരാറോ ഇടപെടാറോ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഏറ്റവും കുറവ് പാർലമെൻറ്റിൽ പോയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു അതാണ് ആർക്കുള്ളത്, രാഹുൽ ഗാന്ധിക്കുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് 0 മാർക്കാണ് ഞാൻ കാണുന്നത്. 10ലൊരു 7 മാർക്ക് കൊടുക്കാം. അത്ര തന്നെ പ്രവർത്തനം തന്നെ ഉള്ളൂ. അത് അത്രയും പിന്നെ അതിൽ കൂടുതലായിട്ടൊന്നും ഞാനൊന്നും കാണുന്നില്ല. 7 മാർക്ക് കൊടുക്കാം. അതിന് തുടർ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരം വീതി കൂട്ടൽ ഉൾപ്പെടെയുള്ള റോഡ് വികസനങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി ഒട്ടേറെ നടപടികളുമായിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിരവധി മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ
രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MP എന്ന നിലയിൽ 10ൽ 10 മാർക്ക് കൊടുക്കാൻ തയ്യാറാണ്. MP-യുടെ കൈത്താങ് പദ്ധതിയും ആരോഗ്യമേഖലയിലെ ഇടപെടലും ഒടുവിൽ വന്യജീവി ആക്രമണം രൂക്ഷമായ ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അന്തർ സംസ്ഥാന കോർഡിനേഷൻ ഉറപ്പാക്കിയതും രാഹുൽ ഗാന്ധിയുടെ നേട്ടമാണ്. പാർലമെന്റിൽ ഹാജർക്കുറവുള്ള MP എന്ന വിമർശനങ്ങൾക്കിടയിലും MP ഫണ്ട് വിനിയോഗത്തിലും രാഹുൽ ഗാന്ധി ദേശീയ ശരാശരിയിൽ മുൻനിരയിലാണ്. ഇക്കുറി വയനാട്ടിൽ മത്സരിക്കാൻ രാഹുലിലെന്ന അഭ്യൂഹം ശക്തമാണെങ്കിലും തങ്ങളെ കൈവിടാൻ രാഹുൽ ഗാന്ധി തയ്യാറാകില്ലെന്ന അഭിപ്രായം ഒരു വിഭാഗം വോട്ടർമാർ ഉയർത്തുന്നുണ്ട്.